എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ്, മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും. മാക്സ് 999 പാലക്കാട് റോഡ്, മേലെ പട്ടാമ്പി. അവസാനം കഴിഞ്ഞ മാസം കോഴിക്കോട് നടന്ന സംസ്ഥാന സമ്മേളനത്തിന് 3 കൊല്ലം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ട് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാം. തെരഞ്ഞെടുപ്പില്ലെങ്കിലും ഐക്യകണ്ഠേനെ ഒക്കെ സമവായത്തിലൂടെയൊക്കെ കമ്മിറ്റി വരാം. സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ ബോഡിയുടെ അവകാശമാണ്. ഏതൊരു സംഘടനയുടെയും ഏതൊരു കമ്മിറ്റിയുടെയും ക്ലബ്ബ് കമ്മിറ്റി ആയിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, പള്ളി അമ്പല കമ്മിറ്റികളായിക്കോട്ടെ, ഏതിലും അഭിപ്രായങ്ങൾ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാകുക? തെരഞ്ഞെടുപ്പ് വരും. തെരഞ്ഞെടുപ്പിൽ ആരാണോ ഭൂരിപക്ഷം കിട്ടുന്നത് അവരാണ് സംഘടനയുടെ ഭാരവാഹികളായിട്ട് വരിക. കോഴിക്കോട് നടന്ന സമ്മേളനത്തിന് ജനറൽ ബോഡി മുമ്പാകെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അരമണിക്കൂർ മുമ്പ് ചേർന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിന് ഈ ആവശ്യം ഉന്നയിച്ചത് ഞാനാണ്. പ്രസിഡന്റ് തൽക്കാലം 2 സ്ഥാനമുണ്ട്. ഈ 2 സ്ഥാനത്ത് നിന്ന് ഒരു സ്ഥാനം പ്രസിഡന്റ് മാറി നിൽക്കണം, പുതിയ ഒരാള് പ്രസിഡന്റായി വരട്ടെ. ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ 2 സ്ഥാനത്തും തുടരും, സംഘടനയുടെ തീരുമാനം അതാണ്. സംഘടന തീരുമാനം അങ്ങനെയല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് വാദിച്ചു. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പിന് പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയും റിട്ടേണിംഗ് ഓഫീസർമാരടക്കം ആ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. അന്നേ ദിവസം ആ റിട്ടേണിംഗ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ച ആ തെരഞ്ഞെടുപ്പിലേക്ക് ഈ 52 ടൂർണമെന്റ് കമ്മിറ്റികളിൽ നിന്ന് ഓരോ വോട്ടവകാശമുള്ള ഒരാളുകൾ, ആ ഓരോ ആളുകളെ ഇരുത്തി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം കണക്ക് അവതരിച്ചപ്പോൾ കണക്കിലുണ്ടായ കുറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ കണക്ക് പാസ്സാക്കാതെയും തെരഞ്ഞെടുപ്പിന്റെ രീതിയിലേക്ക് പോയപ്പോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് യോഗം പിരിച്ചുവിട്ടു. ടീമും ഒപ്പം തന്നെ അതിനൊക്കെ കളികൾ നിയന്ത്രിക്കുന്ന റഫറിമാർ കൂടി ചേർന്ന സംഘടനയാണ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ. ആ സംഘടനയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് സാമ്പത്തികമായി വലിയ ക്രമക്കേടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രസിഡന്റിന്റെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾ. ഏതൊരു സംഘടനയാണെങ്കിലും ആ സംഘടന എടുക്കുന്ന തീരുമാനമാണ്. ആ സംഘടനയിൽ യോഗം ചേർന്ന് അജണ്ട വെച്ച് ചർച്ച ചെയ്ത് ആ അജണ്ടന്റെ മുകളിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. സർവ്വസാധാരണ ഏതൊരു സംഘടനയിലും നടക്കുന്ന സംഗതികളാണ്. അഭിപ്രായ വ്യത്യാസം വന്നാൽ അവിടെ ഭൂരിപക്ഷ അഭിപ്രായമാണ് ആ സംഘടന കമ്മിറ്റിയുടെ തീരുമാനമായി വരുന്നത്. ആ തീരുമാനം, സംഘടനയുടെ തീരുമാനം എടുത്തു വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഏകപക്ഷീയമായി പ്രസിഡന്റ് തീരുമാനം മാറ്റുന്ന ഒട്ടനവധി അനുഭവങ്ങൾ ഈ സംഘടനയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. ഒരു ടൂർണമെന്റ് തുടങ്ങണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് എല്ലാ ടൂർണമെന്റുകളും നടക്കുന്നത്. ടൂർണമെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ടൂർണമെന്റ് കമ്മിറ്റിക്ക് വരുന്ന പ്രതിസന്ധികൾ ഈ സംസ്ഥാന പ്രസിഡന്റ് സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഓഫാക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പൊ പെരുന്തൽമണ്ണ കാതറി ക്ലബിന്റെ ഒരു കളി നടക്കുമ്പോൾ ആ കളിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഒന്ന് വിളിച്ച് ചോദിക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കുന്നത് സംസ്ഥാന പ്രസിഡന്റാണ്. ആ സംസ്ഥാന പ്രസിഡന്റ് ഫോൺ എടുക്കാത്ത, വിഷയങ്ങൾ ഇടപെടാത്ത ഒട്ടനവധി പ്രശ്നങ്ങൾ. എന്റെ മകന്റെ കല്യാണം 15-ാം തീയതി നടക്കുകയാണ്. ആ 15-ാം തീയതി കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് കമ്മിറ്റി യോഗം ചേർന്ന് ഡേറ്റ് തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് പറഞ്ഞ് ഏകദേശം 1.5 മാസത്തോളായി ഇതുവരെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി വിളിക്കുക പോലും ഉണ്ടായിട്ടില്ല. അതിന് ബദലായിട്ട് അദ്ദേഹം ചെയ്തത് സമാന്തരമായ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയാണ്. അപ്പൊ മലപ്പുറത്ത് 2 സമാന്തര യോഗങ്ങൾ വിളിച്ചു ചേർത്തു. അദ്ദേഹം നേരിട്ട് വിളിച്ച് സമാന്തര യോഗങ്ങൾ വിളിക്കുകയാണ്. 23 ടൂർണമെന്റ് കമ്മിറ്റികളാണ് മലപ്പുറത്തുള്ളത്. അതിൽ 7 ടൂർണമെന്റ് കമ്മിറ്റികളാണ് ഈ സമാന്തര യോഗത്തിൽ പങ്കെടുത്തത്. അങ്ങനെ കോഴിക്കോട് വിളിച്ചു, കണ്ണൂർ വിളിച്ചു, തൃശ്ശൂർ വിളിച്ചു, കാസർഗോഡ് വിളിച്ചു. ഇവിടെയൊക്കെ സമാന്തര യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹം ഈ സംഘടനയെ വളർത്താൻ വേണ്ടി ഒരു സമാന്തര സംവിധാനങ്ങളിലേക്ക് പോവുകയാണ്. അത് മനസ്സിലാക്കാൻ ഈ സംഘടന പെടരുത്. ഇത് വലിയ ഒരു ജനകീയ മേളയാണ്. ഒപ്പം തന്നെ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഇവന്റാണ്. ഏറ്റവും ജനകീയ ഒരു ഫുട്ബോൾ മത്സരങ്ങളാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് കിട്ടുന്ന നല്ലൊരു ശതമാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ അരീക്കോട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സമയം ചോദിച്ച് കാണുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ഞങ്ങളത് കേട്ടു. അതിനുശേഷം അവരത് കോഴിക്കോട് അവരൊക്കെ വിളിച്ചുകൂട്ടി അവരുടെ കാര്യങ്ങൾ കേട്ടു. മിനിഞ്ഞാന്ന് ഞങ്ങളെ വീണ്ടും വിളിച്ചു ചേർത്തു.
ഞങ്ങളെ വിളിച്ചു, അതിനുശേഷം അവരെ വിളിച്ചു. ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ജനാധിപത്യ ഭരണഘടനയിൽ പറയുന്നതാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത്. ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമാണ്. ഒന്ന്, ഇത് ജനറൽ ബോഡി വിളിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് മാത്രമാണ് അതിന് പോകാൻ വഴി. അതല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച ഒരു സമവായം എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. 2 സ്ഥാനം വഹിക്കുന്ന ഒന്ന് ടൂർണമെന്റ് കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഒപ്പം തന്നെ SFAയുടെ പ്രസിഡന്റ്. SFA എന്ന് പറഞ്ഞാൽ ടൂർണമെന്റ് കമ്മിറ്റി അതിലുണ്ട്, ടീം മാനേജേഴ്സ് അതിലുണ്ട്, റഫറിമാരുണ്ട്. ഈ 2 സംഘടനയുടെ പ്രസിഡന്റ് ലെനിനാണ്. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് പുതിയ ഒരാൾ അതിലേക്ക് തെരഞ്ഞെടുക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾ വെച്ചത്. ഞങ്ങൾ നിർദ്ദേശം വെച്ചു. അവരെ അതിന് ശേഷം വിളിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞ കണ്ടീഷൻ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന കമ്മിറ്റിയിൽ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കമ്മിറ്റിയുടെ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്ന സാമ്പത്തിക ക്രമക്കേടായിക്കോട്ടെ മറ്റു കാര്യങ്ങൾ കമ്മിറ്റിയിൽ നിന്ന് ചോദ്യം ചെയ്യുന്ന ആളുകളെ 5ഓളം ആളുകളെ ഇതൊന്നും സംഘടനയിൽ പുറത്താക്കണമെന്നാണ് അവർ വെച്ച ഡിമാൻഡ്. അപ്പൊ അവര് ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറല്ല എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ പ്രസിഡന്റ് ലെനിൻ എന്ന് പറയുന്ന ആള് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഒരു മാന്യമായ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്, ഓരോ വർഷവും ഇൻഷുറൻസ് ഉണ്ട്. ഓരോ വർഷം ഓരോ ടൂർണമെന്റുകളും ഇൻഷുറൻസ് സംവിധാനത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഖാദറിൽ കഴിഞ്ഞ എല്ലാ ടൂർണമെന്റുകളും ഇൻഷുറൻസ് സംവിധാനം ചെയ്യുന്നത് പെരിന്തൽമണ്ണയിലെ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ടാണ്. അത് ഞങ്ങൾക്ക് ആകെ വരുന്നത് 9,000 രൂപയും 10,000 രൂപയാണ് ഒരു വർഷത്തെ ടൂർണമെന്റിന് വേണ്ടി ഇൻഷുറൻസ് സംവിധാനത്തിന് ഞങ്ങൾക്ക് ചെലവ് വരുന്നത്. ഈ വർഷം സംസ്ഥാന ഒരു 3 വർഷമായിട്ട് സംഘടനയാണ് അത് ഒന്നിച്ച് എല്ലാ ടൂർണമെന്റിനും ഇൻഷുറൻസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 40,000 രൂപയാണ് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് ആവശ്യപ്പെട്ടത്. ഏകദേശം 40ഓളം ടൂർണമെന്റുകൾ നടന്നിട്ടുണ്ട്. ആദ്യം സംസ്ഥാന കമ്മിറ്റി അനുമതി കൊടുത്തത് 35 ടൂർണമെന്റുകൾക്കാണ്. ആ 35 × 40 1 കോടി രൂപയിലധികം 10 കോടി രൂപയുടെ വരുന്നുണ്ടായിരുന്നു. ഏകദേശം കോടി രൂപയിലധികം ചെലവ് തിരിച്ചെടുത്തിട്ടുണ്ട്. 10 കോടി രൂപയിലധികം. ഒപ്പം തന്നെ അതിനുശേഷം 7ഓളം ടൂർണമെന്റുകൾ സ്റ്റേറ്റ് കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റികളോ അറിയാതെ അദ്ദേഹം ഏകപക്ഷീയമായിട്ട് സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. ഒരു കമ്മിറ്റി അറിയാതെ ആ ടൂർണമെന്റ് കമ്മിറ്റികൾക്കൊക്കെ 50,000 രൂപ ഇൻഷുറൻസിന്റെ പേരിൽ വാങ്ങിയിട്ടുണ്ട്. ആ പൈസ ഒന്നും ഇവിടെ കണക്കിൽ വന്നിട്ടുമില്ല. ആ പൈസകളൊക്കെ എങ്ങോട്ട് പോയി? അപ്പൊ സാമ്പത്തികമായി വലിയ തോതില് ക്രമക്കേടുകളും അഴിമതിയും ഈ പ്രസിഡന്റ് ഏകപക്ഷീയം നടക്കുകയാണ്. പിന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ആരും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒരു സംഘടനയുടെ പ്രസിഡന്റിന്റെ ചുമതല എന്താണ്? പ്രസിഡന്റ് യോഗം വിളിക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുക്കുക, ഭരണഘടനയിൽ പറയുന്നതാണ്. സെക്രട്ടറിയാണ് അതിന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ഭരണഘടനയിൽ അങ്ങനെയാണ് പറയുന്നത്. ഇതിന്റെ കൃത്യമായിട്ട് എല്ലാ കാര്യം ചെയ്യുന്നത് സെക്രട്ടറിമാരാണ്. ആ സെക്രട്ടറിക്ക് മിനിറ്റ്സ് കൊടുക്കൂല, അക്കൗണ്ട് കൊടുക്കൂല. സെക്രട്ടറിയുടെ ചുമതല എന്താണ്? അവിടെ വന്ന് യോഗത്തിൽ സ്വാഗതം പറയുക എന്ന് മാത്രം. ബാക്കി എല്ലാ കാര്യം മിനിറ്റ്സ് അദ്ദേഹത്തിന്റെ ബാഗിലാണ്, അക്കൗണ്ട് അദ്ദേഹത്തിന്റെ ബാഗിലാണ്. ബാക്കി ഈ സംഘടനയുടെ എല്ലാ കാര്യം അദ്ദേഹത്തിന്റെ ബാഗിലാണ്. ഈ ബാഗാണ് ഇന്ന് സംസ്ഥാനത്തെ SFA എന്ന് പറയുന്ന സംഘടന. ഒരു ബാഗ്, ഒരു പ്രസിഡന്റ്, ഒരു ബാഗ്. ആ ബാഗിൽ ഒതുങ്ങുന്ന ഒരു സംഘടനയാണ് മാറിയിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ. അത് പാടില്ല. ഓരോരുത്തർക്കും ഭരണഘടന അനുസരിച്ച് ഇത് വിഭജിച്ചു കൊടുക്കണം. ഞാൻ കാതലിക് ക്ലബിന്റെ സെക്രട്ടറിയാണ്. എന്റെ ഉത്തരവാദിത്തം ഈ ക്ലബിന്റെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിച്ച് സത്യസന്ധമായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം. പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം ഇവിടെ യോഗം വിളിക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുക്കുക, സെക്രട്ടറി യോഗം വിളിക്കുക, പ്രസിഡന്റ് ഇവിടെ അധ്യക്ഷം വഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ ഒരു കാലഘട്ടത്തിനനുസൃതമായി മാറ്റങ്ങൾ വരണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ന്യായമായ ആവശ്യമാണ്. ആ ന്യായമായ ആവശ്യത്തിന്റെ കൂടെയാണ് ഈ സ്ഥാപകരായ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത വിനയൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകൾ ഇന്ന് ആ സമ്മേളനത്തിൽ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 52 ടൂർണമെന്റ് കമ്മിറ്റികളിൽ 33 ടൂർണമെന്റ് കമ്മിറ്റികൾ ഈ വിനയനും ഹബീബും ആഷും ആഷിഫും ചെറുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ളത് ഇന്നിപ്പോഴത്തെ സമ്മേളനത്തോട് കൂടി തെളിയാണ്. ഭൂരിഭാഗം വരുന്ന ടീം മാനേജേഴ്സും ടൂർണമെന്റ് കമ്മിറ്റികളും റഫറിമാരും ഇന്ന് ഈ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വന്ന ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എവിടെയാണ് സത്യം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രാതിനിധ്യം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ എനിക്ക് സംസ്ഥാനത്തെ മുഴുവൻ സെവൻസിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളോട് പറയാനുള്ളത്, ഇതിന്റെ ഒരു യാഥാർത്ഥ്യം, ഇതിന്റെ സത്യം ഞാൻ ഈ പറഞ്ഞതാണ്. ഇതല്ല എന്ന് തെളിയിപ്പിക്കാൻ വേറെ ഒരാൾക്കും കഴിയില്ല.